പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ വചന ശുശ്രൂഷ അനേകർക്ക് ഉപകാരപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞ് നമ്മൾ നല്ല അഭിഷേകമുള്ളവരായി തീർന്ന് ദൈവവചനത്തെ സ്വീകരിക്കുവാനും പ്രഘോഷിക്കുവാനും ശക്തരായി തീർന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വചന ശുശ്രൂഷ അനേകർക്ക് അനുതാപമുണ്ടാകത്തക്കവണ്ണം കൃപ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. അനേകരിലേക്ക് ഈ ശുശ്രൂഷ എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പ്രേക്ഷിതനായി നിന്ന് പ്രവർത്തിക്കണം. ഇതെല്ലാം നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗീയപിതാവേയും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളിലുള്ള പോരായ്മകളെ പരിശോധിച്ചറിഞ്ഞ് ദൈവം തൻ്റെ പുത്രനിലൂടെ ഞങ്ങളിൽ നൽകിയിരിക്കുന്ന നന്മകളെ തിരിച്ചറിഞ്ഞ് കർത്താവിന് നന്ദി പറയുവാനും തിന്മകളെ ഉപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അരുളിച്ചത് യേശുവേ, നിങ്ങളുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉടനീളം ഉണ്ടാകുമെന്നുള്ള പ്രാർത്ഥനയോടെ യാചനയോടെ ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കും, ശക്തിപ്പെടുത്തുമെന്നുള്ള ഉറപ്പോടെ അടിയങ്ങളെ തിരുമുമ്പാകെ വെക്കുന്നു. കൃപയോടെ കാത്ത് നിത്യം പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടു തരുമാറാകണമേ. ആമീൻ. അനുതാപം ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിൽ നിന്നെല്ലാം നമ്മൾ വായിച്ചു. പരീശന്മാരെയും സാധുക്യരെയൊക്കെ നിയമജ്ഞരെയൊക്കെ യേശു കുറ്റപ്പെടുത്തുന്നത് നമ്മൾ വായിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു വചനം. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരീശരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരീശരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മൾ പരീശൻ്റെ നീതിയും ക്രിസ്തുവിൻ്റെ നീതിയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുന്നത്. നമ്മുടെ വേഷം കൊണ്ടും നമ്മുടെ ഭക്തിമാർഗം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ പാരമ്പര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ക്രിസ്തുവിൻ്റെ മാർഗത്തിലാകുന്നില്ലെങ്കിൽ നമ്മൾക്ക് ദൈവരാജ്യം ലഭിക്കുമെന്ന് പറയുന്നതല്ലാതെ ലഭിക്കില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനെല്ലാം എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്താണ്? ഭക്താഭ്യാസങ്ങൾ കൊണ്ട് നമ്മളെല്ലാം നേടിയെന്ന് വിചാരിക്കരുത്. നാം ചെയ്യുന്ന ഒരു കുഞ്ഞു പാപം പോലും പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഓർപ്പിച്ചു തന്ന്
ആ പാപത്തെ ഏറ്റുപറഞ്ഞ് സത്യ അനുതാപമുള്ളവരായി സത്യകുമ്പസാരം നടത്തി വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണത ലഭിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 5-ാമത്തെ വാക്യം, മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. ദൈവത്തിന് പ്രീതികരമാണോ എന്നല്ല ശ്രദ്ധിക്കുന്നത്, മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടുകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. നെറ്റിപ്പട്ടുകളും വസ്ത്രങ്ങളൊക്കെ അഹരോന്യ പൗരോഹിത്യത്തിൽ ഇത്ര അളവിൽ വേണമെന്നൊക്കെ ദൈവം തന്നെ പറഞ്ഞു കൊടുക്കുകയും അതിനുവേണ്ട ചിത്ര തുന്നലുകാരെയൊക്കെ ദൈവം തന്നെ ആക്കി വയ്ക്കുകയോ ചെയ്തതാണ്. പക്ഷേ അവർ കാലാകാലങ്ങളിൽ മനുഷ്യപ്രീതിക്ക് വേണ്ടി, മനുഷ്യരുടെ യശസ് ഉയരാൻ വേണ്ടി യഥാർത്ഥ നന്മയിൽ നിന്നകന്ന് ഇതിൻ്റെ എല്ലാം പുറകെ പോകുകയാണ്. അധികാരങ്ങളുടെയും വേഷങ്ങളുടെയും ഭക്താഭ്യാസങ്ങളുടെയും പുറകെ പോവുകയാണ്. ഇന്നും ഈ കാലഘട്ടങ്ങളിലും അങ്ങനെയാണ്. പലപ്പോഴും എല്ലായിടത്തും അങ്ങനെയാണെന്നോ കാടടച്ച് വെടിവെക്കുകയല്ല. പലപ്പോഴും പ്രാർത്ഥനയുടെ നീളം കൂട്ടിയാലോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ ഭംഗി കൂട്ടിയാലോ വസ്ത്രത്തിൻ്റെ എന്താ പറയുന്നത് മഹത്വം ഒക്കെയാണ് പുറത്തേക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വസ്ത്രത്തിന് മഹത്വമുണ്ട്, ദൈവം തന്നെയാണ് ആ വസ്ത്രം നൽകിയിരിക്കുന്നത്. പക്ഷെ വസ്ത്രത്തെക്കാൾ ഉപരി കർത്താവ് പറഞ്ഞതുപോലെ ശരീരമാണ്, ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല എന്ന് പറയുന്ന അനുഭവം. എല്ലാറ്റിനേക്കാൾ ഉപരി നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും പാപബോധമുള്ളവരായി ജീവിക്കാനും കഴിയണം. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. ഇതിവരെ കുറ്റപ്പെടുത്തുന്നതല്ല കർത്താവ്, നമുക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. സകല മനുഷ്യരെയും സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ് യേശു ലോകത്തേക്ക് വന്നത്. അപ്പോൾ ഇത് കുറ്റപ്പെടുത്തലല്ല, മറിച്ച് ഇതൊരു ശാസനയാണ്. അവരെയും കൂടി കർത്താവ് സ്നേഹിക്കുന്നുമുണ്ട്, അവർ യഥാർത്ഥത്തിൽ നല്ല ഇടയന്മാരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്, അവർക്കും അനുതാപം ആവശ്യമാണെന്നുള്ളതുകൊണ്ട്. അവർ മുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അതിനാൽ 4-ാമത്തെ വാക്യം, അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം, ഇന്ന പരിത്യാഗങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ളത് പോലും വെച്ചു കൊടുക്കും. വലിയ ഭാരമുള്ള, ഇന്നത്തെ കാലത്തും അങ്ങനെയൊക്കെ ഉണ്ട്. നേർച്ചകളെ കുറിച്ച് പറയുമ്പോൾ, കാഴ്ചകളെ കുറിച്ച് പറയുമ്പോൾ വലിയ പണച്ചെലവുള്ള നേർച്ചകളൊക്കെ വിളിച്ചു പറയും. കഴിക്കണമെന്നല്ല, അങ്ങനെ കഴിച്ചാൽ നല്ലതാണ്, ഇത്ര രൂപ മുടക്കിയാൽ നല്ലതാണ്, ഇന്ന രീതിയിൽ പെരുന്നാൾ കഴിച്ചാൽ നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ അതിൻ്റെ കോലാഹലങ്ങളും അതിൻ്റെ മറ്റൊക്കെ ഒരിക്കലും ദൈവസ്നേഹത്തിൽ നിരക്കുന്നതല്ല, പലപ്പോഴും ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. പലപ്പോഴും അതിൻ്റെ കെട്ടുമട്ടിലൊക്കെ അന്യദൈവ ആരാധനകൾ കൂടി ചേർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഭാരമുള്ള ചുമടുകളൊക്കെ വെച്ചു കൊടുത്ത് നമുക്ക് അനുതാപം ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നടക്കരുത് എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളോട് പറയുന്നതാണ്. നമുക്കിത് വേണമെങ്കിൽ ഇതിനെ തെറ്റായിട്ട് എടുക്കാം. പരീക്ഷയിൽ തന്നെ അങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളെ ഉൾപ്പെടുത്തിയാണോ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവരെയൊക്കെ
27-ാമത്തെ വാക്യത്തിൽ മത്തായി 27, കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസയരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശമാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപഠ്യവും അനീതിയും നിറഞ്ഞവരാണ്. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസയരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുമായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. ഈ കാര്യമാണ് അണലി സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് സ്നാപകയോഹന്നാൻ അവരോട് പറയുന്നത്. സ്നാപകയോഹന്നാൻ പറയുന്നതാണ് അണലി സന്തതികളെ. വന്ന പ്രവാചകന്മാരെയും സത്യം കൊണ്ടുവന്ന എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുകയും അപമാനിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ നല്ലവരാണ്, ഞങ്ങൾക്ക് ഈ സ്നാനം കൊണ്ട് ഗുണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നദിയിലേക്ക് ഓടി വരുന്നു. നദിക്കര നിൽക്കുന്ന സ്നാപകൻ ചോദിക്കുന്നു, ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ട്, ഈ സ്നാനം കൊണ്ട് നിങ്ങളെ യഥാർത്ഥമായി ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുമെന്ന്? ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുന്നില്ല, തമ്മിൽ എത്രയോ കുറ്റം പറയുന്നു. സുവിശേഷകരെ കുറിച്ച്, വൈദികരെക്കുറിച്ച്, അങ്ങനെ ഓരോ സ്ഥാനത്തിരിക്കുന്നവർ. ആത്മീയകൾ സാധാരണ വിശ്വാസികളെ കുറിച്ച് പറയണ്ടല്ലോ, 100 കുറ്റങ്ങളാണ്. തങ്ങൾ തന്നെ എപ്പോഴും നല്ലവൻ എന്ന വിചാരമാണ്. എൻ്റെയൊക്കെ ജീവിതത്തിലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ നല്ലതാണെന്ന് എപ്പോഴും പ്രസംഗത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലും ഒക്കെ പറയത്തക്കവണ്ണമുള്ള ഇടപെടലുകൾ അവർ പറയണം. നല്ലൊരു കാര്യം എന്നെയൊക്കെ ആളുകൾ പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെ പറഞ്ഞു, എത്ര നല്ല കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്നറിയാം. അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷെ തിരിച്ച് എന്നെക്കുറിച്ച് ദൈവം അത് പറയുമോ? ന്യായവിധിക്ക് എന്നെക്കുറിച്ച് യേശു അത് പറയുമോ? എൻ്റെ ജീവിതത്തിൻ്റെ അനുദിന നടത്തിപ്പിൽ എൻ്റെ കോപം, വിദ്വേഷം, വൈരാഗ്യം, എന്നെ എതിർക്കുന്നവരോടുള്ള മനോഭാവം, എന്നോട് ശത്രുത പുലർത്തുന്നവരോടുള്ള എൻ്റെ മനോഭാവം, ഇതൊക്കെയല്ലേ എന്നെ തിരുത്തേണ്ടത്? ഇതൊക്കെയല്ലേ എന്നെ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? എന്നെ ആളുകൾ നല്ലൊരു കാര്യം ചെയ്യുന്ന മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിത്വമാണെന്നൊക്കെ പറയുമ്പോഴും പലരും പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ സുഖമുണ്ട്. ചില ആളുകൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ നിശബ്ദരായി പോവും, നമുക്ക് അന്താളിച്ചു പോവും. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും അവർ ചുമ്മാ അങ്ങ് വിളിച്ചു പറയും. പ്രസംഗമധ്യമൊക്കെ ആളുകൾക്ക് ഇങ്ങനെ പറയാൻ എളുപ്പമാണല്ലോ. മറ്റുള്ളവരെക്കുറിച്ച്, മറ്റുള്ളവരെ ഇങ്ങനെ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങളെക്കുറിച്ചൊക്കെ പൊക്കി പറയാൻ പ്രസംഗകർക്ക് ഭയങ്കര താല്പര്യവും അവരതിങ്ങനെ എന്താ പറയുക പഠിച്ചു വച്ചേക്കുകയാണ്. നമ്മൾ ഈ പെരുന്നാളിനൊക്കെ വരുമ്പോൾ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മാതാവിൻ്റെയൊക്കെ ഓർമ്മ ദിവസങ്ങൾ, പെരുന്നാളുകളിൽ വിശുദ്ധന്മാരെക്കുറിച്ച് പ്രസംഗിക്കുന്നവർക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അവർ പറയുന്നത് പോലെ, അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ അത്ര താല്പര്യം പോരാ. ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇതെങ്ങനെയാണ് എൻ്റെ ജീവിതം എനിക്കല്ലേ അറിയൂ? അതിനല്ല, എൻ്റെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവിനിക്ക് വെളിപ്പെടുത്തി തരില്ലേ? കുഞ്ഞു പാപങ്ങൾ പോലും. അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ അന്തരംഗത്തിൽ നിന്റെ ജ്ഞാനം നൽകണമേ എന്ന്. 90-ാമത്തെ സങ്കീർത്തനത്തിൽ മോശയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണം. 6-ാമത്തെ വാക്യം 90-ന്റെ-6, പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു, സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു. അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു, അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു.
ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട്. ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു. ഓരോ ദിവസവും കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും നമ്മളെ കാണുന്നവർ എത്ര മനോഹരമായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്, എത്ര നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, എത്ര വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പക്ഷെ മോശയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എന്താണ്? ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ അകൃത്യങ്ങളെല്ലാം അങ്ങയുടെ മുമ്പിലുണ്ട്. ഞങ്ങളുടെ ദിനങ്ങൾ, ഞങ്ങളുടെ ദിവസങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു. ഈ ഒരു തിരിച്ചറിവ് വേണ്ടേ? ഈ തിരിച്ചറിവാണ് വിശുദ്ധന്മാർ നയിച്ചത്. നമ്മളൊക്കെ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് കുമ്പസാരിക്കാൻ എന്ത് പാപമാണ് നമ്മൾ ചെയ്യണമെന്നാ. പക്ഷെ ഇതുപോലെ നമ്മൾ ധ്യാനിക്കണം പ്രിയമുള്ളവർ. ഇതാരാണ് ഇവിടെ പ്രാർത്ഥിക്കണമെന്ന് ഓർക്കണം. വലിയ വൻ കാര്യങ്ങൾ ദൈവം ചെയ്യിച്ച മനുഷ്യനാണ് മോശ. വൻ കാര്യങ്ങൾ. പ്രിയ സ്നേഹിതനെ പോലെയാണ്. മുഖം കാണണമെന്ന് പറഞ്ഞിട്ട് മുഖം കണ്ടാൽ കരിഞ്ഞു പോകും. കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുറകുവശം കാണാമെന്ന് പറഞ്ഞ് ദൈവം പിളർപ്പിലൂടെ കടന്നു പോവുകയും ദൈവത്തിൻ്റെ പിറകുവശം മോശയെ കാണിക്കുകയും ചെയ്ത അത്ര വ്യക്തിബന്ധമുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സായാഹ്നത്തിലേക്ക്, ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വലിയ സങ്കടത്തിലാണ്. 90-12 ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ എന്ന്. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നല്ല അനുതാപമുള്ള പ്രായത്തിൽ വാർദ്ധക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. മറിച്ച് നമുക്ക് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും 100 കൂട്ടം പരാതികളാണ്. വേണ്ടവണ്ണം കരുതിയില്ല, വേണ്ടവണ്ണം പരിചരിച്ചില്ല. വാർദ്ധക്യത്തിലാണെങ്കിലും അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഭയം. മാതാപിതാക്കന്മാർക്ക് മക്കൾക്ക് സമ്പത്തൊക്കെ പങ്കിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഭയപ്പെടും. കൊടുത്താൽ നമുക്ക് നഷ്ടമുണ്ടാകും, നമ്മളെ ശ്രദ്ധിക്കില്ല. ബുദ്ധിമാന്മാരൊക്കെ ഉപദേശിക്കും കൊടുക്കരുത്. എല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് ഭയത്തിൽ ജീവിച്ച് മരിക്കുന്നവർ. വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താകണമെന്ന് പറയുന്നത്? നല്ല വ്യക്തിത്വമായി, നല്ല വിശുദ്ധിയുടെ അനുഭവമുള്ളവരായി മാറേണ്ടത്. വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴാണ് മനുഷ്യൻ ശപിക്കുന്നതും പ്രാകുന്നതും ബഹളം ഉണ്ടാക്കുന്നതും. സ്വന്തം മക്കളെക്കുറിച്ചൊക്കെ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഊഹിച്ചും ഒക്കെ പറയും. എല്ലാവരുടെയും കാര്യമല്ല, പലരെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. പലരും നമ്മളോട് സംസാരിക്കുന്നതാണ്. വാർദ്ധക്യം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ദൈവരാജ്യത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ കഴിയുന്നില്ല. എന്നാൽ വാർദ്ധക്യം വലിയ ഭക്തിയുടെയും എന്താ പറയുന്നത് സമർപ്പണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് സംസാരിക്കപ്പെടുന്നത് കാണാം. വാർദ്ധക്യത്തിലൊക്കെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരും എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ, അച്ഛന്മാർ പ്രസംഗിക്കുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് മരിച്ചു കിടക്കുമ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ വ്യക്തമായി പറയുന്നു, ഇങ്ങനെ വളരെ ഭക്തനായിരുന്നു എന്നാണ് പറയുന്നു. പക്ഷെ ആ വ്യക്തിയുമായിട്ട് നേരിട്ട് നമ്മൾ സംസാരിച്ചാൽ വലിയ ദുഃഖത്തിലാണ്, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലാണ്. സുഖമാണോ എന്നൊന്ന് ചോദിച്ചാൽ എന്നാ സുഖം, നിനക്ക് അങ്ങ് പോണു, മക്കളൊക്കെ എന്തെടുക്കണു, സന്തോഷമായിരിക്കുന്നു എന്ന് പറയാൻ പല മാതാപിതാക്കന്മാർക്കും കഴിയുന്നില്ല. ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല എന്ന കുറ്റമാണ് പറയുന്നത്. മക്കൾക്ക് സന്തോഷമാണോ, മക്കൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മക്കൾക്ക് സുഖമാണ്, മക്കൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾക്ക് മക്കളിൽ നിന്ന്
ആവശ്യമായ സന്തോഷം കിട്ടുന്നില്ല, ആവശ്യമായ അംഗീകാരം കിട്ടുന്നില്ല, ആവശ്യമായ പരിചരണം കിട്ടുന്നില്ല. ഈ പരാതികളാണ് പ്രായമാകുമ്പോൾ വരുന്നത്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. പക്ഷെ പ്രായമാകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അനുതാപത്തിനുള്ള അവസരമുണ്ടാകണം. നമ്മുടെ യൗവനകാലത്ത് നമ്മൾ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഓർത്തോർത്ത്, അതുകൊണ്ടായിരിക്കും നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, കോപത്തിൽ നിന്നും, വൈരാഗ്യത്തിൽ നിന്നും, വെറുപ്പിൽ നിന്നും ഒക്കെ ഞങ്ങളെ മോചിപ്പിക്കണം. അനുദവിക്കുവാനുള്ള മാനസാന്തരത്തിനുള്ള അവസരം ലഭിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് മുന്നോട്ട് പോകാം. വലിയ എന്താ പറയുന്നത്, മത്തായി 5 നമ്മൾ വായിച്ചതുപോലെ ഫരിസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കൊറ്റ ആഗ്രഹം മതി, കർത്താവേ, പാപമില്ലാതെ ജീവിക്കുവാൻ കൃപ നൽകണമേ. കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ പോലും, എൻ്റെ അതിക്രമങ്ങൾ എൻ്റെ നേരെ ഇരിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ വിരോധമായി പാപം ചെയ്തു. ഈ ഒരു അനുതാപ പ്രാർത്ഥന എത്ര പേര് നമുക്ക് അങ്ങനെ അനുദപിച്ചുകൊണ്ട് 51-ാം സങ്കീർത്തനം ചൊല്ലാൻ കഴിയുന്നുണ്ട്? നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും കൂദാശകളിലും എല്ലാറ്റിലും 51-ാം സങ്കീർത്തനം ചൊല്ലിയാണ് തുടങ്ങുന്നത്. ഈ അനുതാപത്തോടു കൂടി എത്ര പേർക്ക് കഴിയുന്നുണ്ടെന്ന് പരിശോധിക്കുക. നല്ലൊരു ക്രൈസ്തവ അന്ത്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളങ്ങനെയാണല്ലോ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ക്രൈസ്തവ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. ഒരു ക്രിസ്ത്യാനിക്കടുത്ത മരണം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്ത്യാനിക്കടുത്ത മരണം എങ്ങനെയാണ്? സ്തേഫാനോസ് ക്രിസ്ത്യാനിക്കടുത്ത മരണം കണ്ടയാളാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ കർത്താവായ ദൈവത്തിൻ്റെ വലത്തുവശത്തിരിക്കുന്നതും കണ്ടു. സഹദേന്മാരെ കുറിച്ച് എന്താ സഭ പഠിപ്പിക്കുന്നത്? മുടി മെടയുന്നത് സഹദേന്മാർ കണ്ടു. പരിശുദ്ധാത്മാവ് കിരീടം മെടയുന്നത് വിശുദ്ധർ കണ്ടു. പീഡകളെ നേരിടുവാൻ അവർക്ക് ഭയമുണ്ടായില്ല. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, വാർദ്ധക്യം വന്നു കഴിയുമ്പോൾ ഒരു കട്ടളപ്പടിയിൽ നിന്ന് ഇറങ്ങാൻ, ഒരു കാറിൽ കയറാൻ, അപ്പോൾ പിടിത്തം വിടും. ഞാൻ പിടിച്ചിട്ടിട്ടെന്ന് മകൻ പറഞ്ഞാലോ മകൾ പറഞ്ഞാലോ പിടിവിടുന്നുണ്ടോ? ഭയമാണ്. ആരെയും കൂടെ യാത്ര ചെയ്യാൻ ധൈര്യം വരുന്നില്ല. പെരക്കാത്തുനിന്ന് വീട്ടിലേക്ക് ഇറങ്ങാൻ ധൈര്യം വരുന്നില്ല. എന്തൊരവസ്ഥയാണ് നമ്മുടെ ജീവിതമെന്ന് ചിന്തിച്ചു നോക്കുക. പല മക്കളും വന്ന് പറയുന്നത്, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അപ്പനും അമ്മയെക്കുറിച്ചൊക്കെ പറയുന്നത് രോഗാവസ്ഥയിലാണ്. പക്ഷെ എല്ലാറ്റിനേക്കാൾ ഉപരി ഭയങ്കര പേടിയാണ്, ഭയങ്കര ഭയമാണ്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഈ പ്രാർത്ഥിക്കാൻ പറയുന്ന മക്കളും പ്രായമാകുമ്പോൾ ഇത് തന്നെയാണ്. എന്താണ് അതിൻ്റെ കാരണം? കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിട്ട് പോലും അവഗണിക്കുന്നു. മതഭക്തി കൊണ്ട് അവർ പുണ്യവാനും പുണ്യവതിയൊക്കെ ആകാമെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി ഈ മത്തായിയുടെ സുവിശേഷത്തിലും നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളൊന്നും സത്യത്തിൽ യേശുക്രിസ്തു അവരെ ആക്ഷേപിച്ചതോ കളിയാക്കിയതോ അല്ല. അവർക്ക് സത്യ അനുതാപം ഉണ്ടാകാൻ വേണ്ടി യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതാണ്. പക്ഷേ അവരനുദപിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ പറഞ്ഞവനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം.
കേൾക്കുന്നവനെ നിരാകരിച്ചാൽ, എബ്രായ ലേഖനത്തിൽ പൗലോസിലെ പറയുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നവനെ ധിക്കരിച്ചാൽ അതിൻ്റെ ശിക്ഷ ഏറെ വലുതാണ്. ഹല്ലേലൂയ. മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ദിനങ്ങൾ ഭയങ്കരമാണെന്ന്. മോശയ്ക്കൊക്കെ അങ്ങനെ ചിന്തിക്കാനുള്ള വകയുണ്ടല്ലോ. നല്ല ചെറുപ്പക്കാരൊക്കെ കൂടെ സഹായികളായിട്ടുണ്ടായിരുന്നു. ദൈവത്തെ എപ്പോഴും കണ്ടും കേട്ടും അനുഭവിച്ചും നടന്നു. തൻ്റെ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ യോശുവ എന്ന് പറയുന്ന ഒരു നല്ല യൗവനക്കാരനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും സംതൃപ്തനാണ്. പക്ഷേ പൂർണ്ണമായ പരിശോധനയിൽ മോശ പറയുകയാണ്, ഒന്നുമായില്ല, ഒരിടത്തും എത്തിയില്ല. ഞങ്ങളുടെ നല്ല ദിനങ്ങൾ കഴിഞ്ഞുവെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ ഞങ്ങൾക്ക് സുഖകരമായ ഒരനുഭവം ആയിരുന്നില്ല. നമുക്ക് മോശയെ പോലെ പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ നാളുകൾ കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ ദിനങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചു നല്ല ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്ന്, നല്ല പ്രവർത്തനങ്ങളിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന്. എന്നാൽ യേശുവേ, ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. കർത്താവേ, ഞങ്ങൾക്ക് നല്ല സത്യ അനുതാപത്തിനുള്ള അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇതാ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണല്ലോ. ഞങ്ങൾ വലിയ അനുതാപത്തോടെ നടക്കേണ്ട ദിവസങ്ങളും മാസങ്ങളുമാണല്ലോ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കർത്താവെ, നല്ല ഒരുക്കമുള്ള വിശ്വാസമുള്ള അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഞങ്ങൾ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.